നമ്മുടെ ഷാനവാസിക്ക അതേപോലെ നെവിൻ ഇഷ്യൂവിൽ എല്ലാവരും നല്ല രീതിക്ക് നെവിനെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ നിന്ന ആര്യനും അക്ബറും പോലും തള്ളി പറഞ്ഞിരിക്കുകയാണ്. അപ്പം നെവിനോട് ഓൾറെഡി നമ്മുടെ ലാലേട്ടൻ ഈ കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചു. നെവിൻ്റെ പറയാനുള്ള ന്യായങ്ങളൊക്കെ നെവിൻ പറഞ്ഞു. അതിനുശേഷം ഓരോ കണ്ടസ്റ്റൻസിനോടും നമ്മൾ ലാലേട്ടൻ അഭിപ്രായം ചോദിച്ചു. ആര്യൻ കൈകൊട്ടുന്ന വരെയുള്ള വീഡിയോ, അതായത് അനുമോളുടെ കാര്യത്തിൽ കൈകൊട്ടുന്ന വീഡിയോ, അതേപോലെ ഷാനവാസിക്ക താഴെ വീണ് കിടന്നത് ഡ്രാമയാണെന്നുള്ള വീഡിയോ ഒക്കെ പറഞ്ഞു. എന്നിട്ടും നെവിൻ്റെ ഈ പ്രവർത്തികളെക്കുറിച്ച് ആര്യൻ പറഞ്ഞത്, ഇതൊക്കെ ചെയ്തിട്ടാണ് ആര്യൻ പറയുന്നത് ലാലേട്ട വളരെ മോശമായിപ്പോയി നമ്മുടെ നെവിൻ ചെയ്തത്. നെവിൻ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ നിന്ന് അനുമോളുടെ ദേഹത്ത് വെള്ളം അല്ലെങ്കിൽ ബെഡിൽ വെള്ളം വെച്ചപ്പോൾ കൈകൊട്ടിയ ആളാണ്. അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഈ കാണിക്കുന്നതൊക്കെ. അതുകൊണ്ടൊരു ബോധം നമ്മൾ ആര്യന് വേണം. ഓക്കെ ഫൈൻ. എന്നാൽ എന്താണ് മോനെ നീ അങ്ങനെ കൈകൊട്ടിയത്, നീ കൈകൊട്ടി കാണിച്ചത് ശരിയായില്ല എന്നൊരു വാക്ക് ആ ലാലേട്ടൻ്റെ വായിൽ നിന്ന് മൊഴിഞ്ഞിട്ടില്ല. അപ്പം അനീഷേട്ടനോട് ചോദിച്ചപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് നെവിൻ ഭയങ്കര അഗ്രസീവായിരുന്നു. നെവിൻ മാത്രമല്ല, ഈ 3 ഹൗസ് ക്യാപ്റ്റന്മാരും ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് വീട് തിരിച്ചു വെക്കുകയായിരുന്നു. അതേപോലെ ഫുഡ് ഉണ്ടാക്കാതെ അഹങ്കാരം കാണിച്ചിട്ട് ഇവർ ട്രിഗർ ചെയ്യാണ്. ഇവർ സ്വന്തം വയറ് നിറയ്ക്കും, മറ്റുള്ളവരെ നോക്കില്ല. എന്തെടുത്ത് കഴിച്ചാലും മറ്റുള്ളവരൊന്നും പറയില്ല, ആരും ഒന്നും അവനെ പറയില്ല എന്നുള്ളൊരു അഹങ്കാരം ഉണ്ട് അവന്. ലക്ഷറി ബഡ്ജറ്റ് പോലും ഇവൻ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കുകയാണ്. അതേപോലെ ഞങ്ങൾക്ക് നൈറ്റ് ഫുഡ് തന്നില്ല. എന്നിട്ട് നെവീനും അക്ബറും കൂടെ പോയിട്ട് നൈറ്റ് നൈസായിട്ട് ഫുഡ് വയറ് നിറച്ച് കഴിച്ചിട്ടാണ് കിടന്നത്. എന്നിട്ട് നൂറയ്ക്ക് ഫുഡ് കൊടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ എന്നിട്ട് അവരുടെ അടുത്ത് ജോലി ചെയ്യാൻ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കി. അതുപോലെ നമ്മുടെ അനീഷേട്ടൻ പറയുന്നുണ്ട് നെവിൻ ഭയങ്കര അഗ്രസീവായിട്ട് ബാധ കയറിയതുപോലെയാണ് പെരുമാറുന്നത്. എല്ലാവർക്കുമായിട്ട് കിട്ടുന്ന ഫുള്ള് മറ്റുള്ളവർക്ക് കൊടുക്കാതെ അവൻ എടുത്ത് കഴിക്കും. അവൻ്റെ ഫുഡ് ആദ്യം കഴിക്കും, എന്നിട്ട് മറ്റുള്ളവരുടെ ഫുഡും കഴിക്കും. അവൻ ഫുഡ് ഒളിപ്പിച്ച് വെക്കും. അപ്പം ഇമാതിരി പണിയൊക്കെയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ യോഗട്ട് കൊടുത്തത് ഒരു പാക്കറ്റ് മുക്കാലും അവൻ തീർത്ത് വെച്ചിട്ട് ബാക്കിയാണ് കൊടുത്തത്. ഉടനല്ല ഇത്രയൊക്കെ അവൻ ചെയ്യുന്നു, ഇതൊക്കെ കാണിക്കുന്നു. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഇവർ ബ്രെഡ് എടുത്ത് പാലിനകത്തിട്ട് കഴിച്ച കാര്യമൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അക്ബറിനൊന്ന് ഉത്തരം മുട്ടി. അത് പിന്നെ ലാലേട്ട അത് ഞങ്ങൾ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ ചപ്പാത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇവർക്ക് കൊടുക്കാതെ. ഇത്രയൊക്കെ പരിപാടി ഒപ്പിച്ചിട്ടാണ് ഈ ക്യാപ്റ്റൻസി ഈ രീതിയിൽ ഇത്രയൊക്കെ ഇഷ്യൂസ് ആ വീട്ടിൽ ഉണ്ടാക്കി ആൾക്കാർ പ്രതികരിക്കാൻ നോക്കി. അതിനുശേഷമാണ് ഷാനവാസിക്കയുടെ ആ ഇഷ്യൂ വരെ വന്നത്. ഇത്രയൊക്കെ നടന്നിട്ട് ലാലേട്ടൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, ഇവരെടുക്കുമ്പോൾ നിങ്ങളും എടുക്കാറില്ലേ? അപ്പോൾ അതവിടെ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞോ? ശരിക്കും ഈ പ്രശ്നത്തിൻ്റെ ഒക്കെ തുടക്കം എന്താണ്? ഈ നെവിൻ്റെ ഈ അഴിഞ്ഞാട്ടം, അല്ലെങ്കിൽ നെവിന് ഒരു കൺട്രോൾ ഇല്ല, ആരും അവനൊന്നും ചെയ്യില്ല പറയില്ല എന്നുള്ളൊരു ചിന്ത, അതാണ് അവനെ ഇങ്ങനെയൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. പക്ഷേ അത് ശരി വെച്ച് കൊടുക്കുന്നത് പോലെ തന്നെ ലാലേട്ടൻ ഒന്നും മിണ്ടാതെ ഇത്രയും പ്രശ്നങ്ങൾ അവരവിടെ പറഞ്ഞിട്ടും അതവിടെ സ്റ്റോപ്പ് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഇടിപ്പിച്ച് അവിടെ ഇരുത്തിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ നെവിനും നമ്മുടെ ആര്യനും തമ്മിലൊരു സംഭാഷണം കാണിച്ചിട്ടുണ്ട്. ബിഗ് ബോസിനെ നിന്നെ മോനെ പോലെയാടാ കാണുന്നത്, ലാലേട്ടനെ നിന്നെ മോനെ പോലെയാണ് കാണുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതിനകത്ത് നെവിൻ എന്തും ചെയ്യാമെന്നുള്ളൊരു ഇത് പിന്നെയും അവർ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.